വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലിറ്റി ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ടിപ്സ് എല്ലാം പീരിയഡ്സിന്റെ സ്റ്റാർട്ടിംഗ് ഡേ മുതൽ 21 ദിവസം വരെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് ഈ ടിപ്സ് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അത് നിങ്ങൾ ഇഷ്ടമുള്ള ടിപ്സ് നോക്കി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടർ തരുന്ന ട്രീറ്റ്മെന്റ്സിനോടൊപ്പം നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതോടൊപ്പം ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. അതായത് ലൈവായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. അതിൽ എനിക്ക് പറയാനായിട്ടുള്ള ആൻസേഴ്സ് അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും കമന്റ്സിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് വീഡിയോ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന 21 ഡേയ്സ് ഫെർട്ടിലിറ്റി ചലഞ്ചിലെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ തുടങ്ങേണ്ടത് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസം മുതലാണ്. ഏറ്റവും കൂടുതൽ എഗ്ഗ് ഗ്രോ ആകാനായിട്ടുള്ള ഒരു ടൈം തുടങ്ങുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ 3rd ഡേ അല്ലെങ്കിൽ 2nd ഡേ മുതലാണ്. ഈ സമയത്ത് എഗ്ഗ് ഗ്രോ ആയിട്ട് തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ മിഡ് സൈക്കിൾ എത്തുന്ന സമയത്താണ് എഗ്ഗ് റപ്ചർ ആകുന്നത്. ഈ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ടിപ്പാണ് ഇഞ്ചി വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇഞ്ചിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഇഞ്ചി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പീരിയഡ്സിന്റെ 2nd ഡേ മുതൽ ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസം മുതൽ കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓരോ തവണയും നമുക്ക് പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഷെഡ് ആവുന്നുണ്ട്. പീരിയഡ്സ് ആവുന്നതിന് മുൻപ് എൻഡോമെട്രിയൽ ലൈനിങ് ഗ്രോ ആവുന്നുണ്ട്. പ്രഗ്നൻസി സക്സസ് ആയില്ല, നമുക്ക് പ്രഗ്നൻസി ബ്ലീഡിംഗ് ആയിട്ടാണ് പോകാറ്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഓരോ മന്തും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും യൂട്രസിൽ എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഇഞ്ചി വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കല്ലിലിട്ടോ മിക്സിയിലിട്ടോ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് നമ്മളിത് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. പീരിയഡ്സിന്റെ 2nd ഡേ മുതൽ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതി. അങ്ങനെ എത്രാമത്തെ ദിവസമാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവുന്നത് ആ ഒരു ദിവസം വരെ നിങ്ങളിത് കുടിക്കാനായിട്ട് നോക്കുക. ഓൾമോസ്റ്റ് നിങ്ങളുടെ യൂട്രസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഡിയാൻസി പോലുള്ള ഒരു, അതായത് പ്രഗ്നന്റ് ആകാത്ത സ്ത്രീകൾക്ക് ഡിയാൻസ് ചെയ്തിട്ട് യൂട്രസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലൊരു എഫക്റ്റ് ആണ് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ്ങിന്റെ 2nd ഡേ മുതൽ ബ്ലീഡിംഗ് തീരുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ് കേട്ടോ. രണ്ടാമത്തേതാണ് പെരുംജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾക്ക് പെരുംജീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. ഇത് ഒരുപാടല്ല കുടിക്കേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കേണ്ടത്. പെരുംജീരകം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ ഒരുപാട് ആന്റി ഓക്സിഡൻസും പെരുംജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം ഇത് ഹോർമോൺസ് റെഗുലേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈസ്ട്രജന്റെ എഫക്ട് ശരീരത്തിൽ കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. രണ്ടാമതൊരു ബെനിഫിറ്റ് ആണ് മെൻസ്ട്രൽ ഡിസ്കംഫർട്ട് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് ബ്ലോട്ടിങ്ങും അതുപോലെ അസഹനീയമായിട്ടുള്ള ക്രാംസും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഒരു ഫെനൈൽ സീഡ് അല്ലെങ്കിൽ പെരുംജീരകം നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകുന്നതിനും പെയിൻ കുറയുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുമൂലം നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നൊരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ബോൺസും സ്കിന്നും ഒക്കെ ഹെൽത്തി ആക്കി വെക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫോളേറ്റ് ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇത് ക്വാളിറ്റി എഗ്ഗിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അണ്ടം നല്ല ക്വാളിറ്റിയോട് കൂടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്നുണ്ട്. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആന്റി ഓക്സിഡൻസ് നല്ല രീതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഹോട്ടൽസിലും നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ ഒരു കാഷ്യർ ഇരിക്കുന്ന ആ ഒരു ക്യാബിന്റെ അവിടെയായിട്ട് ഈ ഫെനൽ സീഡ് അല്ലെങ്കിൽ പെരുംജീരകം വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഒപ്പം ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, എ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ പ്രൊലാക്റ്റിന്റെ ലെവൽ നിങ്ങൾക്ക് കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫെനൽ സീഡ് ഉപയോഗിക്കാനായിട്ട് പാടില്ല, അതായത് പെരുംജീരകം ഉപയോഗിക്കാനായിട്ട് പാടില്ല. 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ഗ്രാമ്പു വെള്ളം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ പെരുംജീരകം വെള്ളം ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രിനേറ്റൽ വിറ്റമിൻസ് മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പ്രിനേറ്റൽ വിറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മളൊരു അമ്മയാകാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻസ് ആണ്. അയേൺ, കാൽസ്യം, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ മൾട്ടി വിറ്റമിൻ്റെ സപ്ലിമെന്റ്സ് ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഫിസിഷ്യനെ കണ്ടിട്ടാണെങ്കിലും ഈ മെഡിസിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അടുത്ത് തന്നെ ഹെൽത്ത് സെന്റർ ഉണ്ടെങ്കിൽ ആശാ വർക്കറോട് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും പ്രിനേറ്റൽ വിറ്റമിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ എഗ്ഗ് ക്വാളിറ്റിയോട് കൂടിയിട്ട് വളരുന്നതിനും അതുപോലെ പുരുഷന്റെ ബീജത്തിന് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രിനേറ്റൽ വിറ്റമിൻസ് എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഗ്രോത്ത് നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഫോളിക് ആസിഡിന്റെ ഒക്കെ സപ്ലിമെന്റ്സ് നേരത്തെ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനുണ്ടാകുന്നത് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. 3 മാസം വരെയൊക്കെ കൃത്യമായിട്ട് ഇത് എടുക്കാം. ചിലവർ 6 മാസം വരെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡോസിൽ ഈ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പ്രിനേറ്റൽ വിറ്റമിൻസ് നിങ്ങൾ നേരത്തെ എടുത്ത് തുടങ്ങുക. പീരിയഡ്സിന്റെ സമയം മുതൽക്ക് തന്നെ എടുത്ത് തുടങ്ങുന്നത് ആ ഒരു ഓവുലേഷൻ സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. 4മതായിട്ട് ബ്ലീഡിംഗ് ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക. മാക്സിമം ഔട്ട്സൈഡ് ഫുഡ് നിങ്ങൾ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് പോകുന്ന ദിവസമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഗ്ഗ് ഗ്രോ ആകുന്ന സമയമാണ്. ഇപ്പൊ നമ്മൾ എന്ത് അതിലോട്ട് ഇട്ട് കൊടുത്താലും ശരീരം അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഗുണമുള്ള ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അബ്സോർബ് ചെയ്തിട്ട് എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഗുണമില്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ടും അത് കാരണമാകുന്നു. ഓവുലേഷൻ ഉണ്ടാകുന്നതിന് മുൻപുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ബർഗറും പിസയും ഹോട്ട്ഡോഗ്സും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് പറയാനില്ല, അതിന്റെ ദോഷങ്ങളും കൂടി ശരീരത്തിൽ ഒരുപാടുണ്ടാകും. PCOD ലെവലിൽ വ്യത്യാസം ഉണ്ടാകും, ഇൻസുലിന്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാകും. അത് മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കാം. എന്തെല്ലാം ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കാം, റെഡ് ബനാന കഴിക്കാം, അത് കിട്ടിയില്ലെങ്കിൽ നോർമൽ ബനാന കഴിക്കാം, അതുപോലെ പപ്പായ കഴിക്കുക, പഴുത്ത പപ്പായ കഴിക്കാവുന്നതാണ്. പൈനാപ്പിൾ കോർ ഉൾപ്പെടെ ഓവുലേഷൻ ഡേറ്റ് വരെ എടുക്കാവുന്നതാണ്. അതുപോലെ പേരയ്ക്ക കഴിക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ വീട്ടിൽ കസ്റ്റർഡ് ആപ്പിൾ എന്ന് പറയുമല്ലോ, കസ്റ്റർഡ് ആപ്പിൾ എന്നാണ് കൂടുതലും പറയാറ്. അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ആഞ്ഞിലിയാണോ അങ്ങനെ എന്തോ പറയും അതിന്, കൃത്യം എനിക്ക് മലയാളം പേര് ഓർമ്മയില്ല കേട്ടോ, ക്ഷമിക്കുക. കസ്റ്റർഡ് ആപ്പിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഒരു പേര്, ആ ഇമേജ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അത് ഉപയോഗിക്കാം. അതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. ഇനി വെജിറ്റബിൾസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാരറ്റ്, ബ്രൊക്കോളി, അതുപോലെ ചീര, പിന്നെ മുരിങ്ങയില, ഇതൊക്കെ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് വരെയൊക്കെ കണ്ണും പൂട്ടി എടുക്കാവുന്നതാണ് ഈ മുരിങ്ങയിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവർ കഴിക്കാം. പിന്നെ നമുക്ക് മാതള നാരങ്ങ ഫ്രൂട്ട്സിൽ ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതൊക്കെ പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന സമയമുണ്ടല്ലോ, ഈ സമയം മുതൽക്ക് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. ഞാൻ ലൈവിൽ തന്നെയും ഒരുപാട് പേരോട് പറയാറുണ്ട്, ഫെർട്ടിലിറ്റി എക്സസൈസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ്.
അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, സെർവിക്സ്, വജൈന ഇവയിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാനും വേണ്ടിയിട്ടാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ സഹായിക്കുന്നത്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഒറ്റ സ്ട്രെച്ചിൽ അരമണിക്കൂർ ചെയ്യാനല്ല പറഞ്ഞത്, 15 മിനിറ്റ്സ് രാവിലെ 15 മിനിറ്റ്സ് രാത്രി ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഒരുപാട് പേർക്ക് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. അതിന്റെ പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിന്റെ പേര് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ ഇമേജിൽ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിൻഡോ താഴേക്ക് വരുമല്ലോ. അതിൽ നമുക്ക് ഹോം ഉണ്ടാകും, വീഡിയോസ് ഉണ്ടാകും, കമ്മ്യൂണിറ്റി ഉണ്ടാകും, ലൈവ് ഉണ്ടാകും, അങ്ങനെ ഓരോരോ ഐക്കൺ ഉണ്ടാകും. അതിൽ പ്ലേലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒപ്പം ഹസ്ബൻഡിനോട് അത് ഫോളോ ചെയ്യാനായിട്ട് പറയുക. ജെനിറ്റൽ പാർട്സിലോട്ട് പുരുഷന്റെയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യം. അടുത്തതായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് കാസ്റ്റർ ഓയിൽ മസാജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ്. ആവണക്കെണ്ണ നമുക്ക് സാധാരണ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടും, അതുപോലെ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ആവണക്കെണ്ണ കിട്ടും കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള ആവണക്കെണ്ണ നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം കട്ടിയുള്ളതാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നോർമലി ഉള്ള എണ്ണയെ അപേക്ഷിച്ച്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക, ഒന്ന് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു കട്ടിപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ഹീറ്റ് ചെയ്യുക കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം അത് നമ്മുടെ വയറിൽ, നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഈ ഓയിൽ ശരീരത്തിൽ ഇങ്ങനെ നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ഹോട്ട് ബാഗോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചില്ലുകുപ്പിയിൽ ചൂടുവെള്ളം എടുത്തിട്ടോ എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ നിങ്ങളൊന്ന് മസാജ് ചെയ്യുക. വയറിന്റെ മേളിൽ നൈസ് ആയിട്ടുള്ള ഒരു തുണി ഇട്ടിട്ട് നിങ്ങൾ മസാജ് ചെയ്യുക കേട്ടോ. ഡയറക്റ്റ് അങ്ങോട്ട് മസാജ് ചെയ്യേണ്ട, ഒരു തുണി ഇടുക. അല്ലെങ്കിൽ ഈ ആവണക്കെണ്ണ മുക്കിയിട്ടുള്ളൊരു തുണിയാണെങ്കിലും നിങ്ങളുടെ വയറിലോട്ട് അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടി നിങ്ങൾ മസാജ് ചെയ്ത് കൊണ്ടുപോകുക. ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, ഫലോപ്പിയൻ ട്യൂബ് നന്നായിട്ട് പ്രവർത്തിക്കാൻ ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. ബ്ലോക്കേജോ സ്കാറോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള മസാജ് ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ മാത്രം ചെയ്താൽ മതി. അതിനുശേഷമുള്ള സമയത്ത് ഹോട്ട് ബാഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അതാണ് ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ടുള്ള ടിപ്പ്. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നട്ട്സ് കഴിക്കുക എന്ന് പറയുന്നത്. നട്ട്സ് ഇപ്പോൾ ബദാം ആണെങ്കിലും കാഷ്യൂനട്ട് ആണെങ്കിലും അതുപോലെ ഡ്രൈ ഫിഗ്, ബ്രേസിൽ നട്ട്, ഇതെല്ലാം ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ഇതിപ്പോൾ ഒരുപാട് നട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ബദാം എങ്കിലും ഒരു 3-4 ബദാം എടുത്ത് കുതിർത്തി അതിൻ്റെ തൊലി മാറ്റിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് കണ്ടൻസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണല്ലോ ഡെയിലി നമുക്ക് ചാനലിൽ സക്സസ് സ്റ്റോറീസ് ഇടാനായിട്ട് പറ്റുന്നത്. അത്രമാത്രം എഫക്റ്റീവ് ആണ് കേട്ടോ ഈ പറയുന്ന ഓരോ ടിപ്സും. അതുകൊണ്ട് നട്ട്സ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനും കൊടുക്കുക. യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് 2 പേർക്കും ഇല്ലെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം, ഹസ്ബൻഡിന് പ്രശ്നവും ഇല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ 2 പേരും ഒരുമിച്ച് നട്ട്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു ബ്ലീഡിങ്ങിന്റെ ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഓവുലേഷൻ ടൈമാണ്. ഓവുലേഷൻ ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഓവുലേഷൻ ഡേറ്റിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കാതിരിക്കുക. ചില മാസങ്ങളിൽ ഓവുലേഷൻ നന്നായിട്ട് നേരത്തെ ആകും, ചില മാസങ്ങളിൽ ഓവുലേഷൻ 1-2 ദിവസം പുറകോട്ടേക്കും പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡേ നിങ്ങളെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ ബ്ലീഡിങ് നിൽക്കുന്നത് ആ സമയം മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നമ്മുടെ ആ ഒരു എഗ്ഗ് വരുന്ന ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഓരോ ദിവസവും കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഓൾട്ടർനേറ്റീവ്ലി, അതായത് ഒന്നിടവിട്ട് എങ്കിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം പുരുഷന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേം നമ്മുടെ ശരീരത്തിൽ ഒരു 5 ദിവസമൊക്കെ നിൽക്കും. അതുകൊണ്ട് എഗ്ഗ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു 24 മണിക്കൂറോ മാക്സിമം അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 32 മണിക്കൂറൊക്കെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ കൃത്യസമയത്ത് ഒരു 48 അവേഴ്സ് കൂടുമെങ്കിലും നമുക്ക് കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള സ്പേമിന് പെട്ടെന്ന് എഗ്ഗുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതുവഴി ഉണ്ടാകും കേട്ടോ.
അടുത്തിനി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം. ആ ടൈമിൽ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുക. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ആ എംബ്രിയോ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞാലും പിന്നെയും കുഞ്ഞിലോട്ട് രക്തയോട്ടം കിട്ടണമല്ലോ. അത് കിട്ടാതെ വരുന്ന സിറ്റുവേഷനിലാണ് ഗ്രോത്ത് അവിടെ വെച്ചിട്ട് നിന്ന് പോകുന്നത്. പലപ്പോഴും വളർച്ചക്കുറവ് ഉണ്ടാകുന്നത്, ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നതൊക്കെ അതുകൊണ്ടൊക്കെ ഒരു റീസൺ ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്നോണ്ട്, നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നോണ്ട് നന്നായിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതല്ലാതെയും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നേരെ ഇരുന്നിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ നന്നായിട്ട് ഡീപ്പായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതും നന്നായിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ രാവിലെയും വൈകുന്നേരം ഒരു 15 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വാക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അതും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അതല്ലാതെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളെ കൊണ്ട് ബോഡിയെ ഒന്ന് ടയർഡ് ആക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ലോവർ അബ്ഡമന് പ്രഷർ കൊടുക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഹെവി ആയിട്ടുള്ള ജോലികളും ഈ സമയത്ത് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ടെൻഷൻ ഇല്ലാതിരിക്കുക. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ. അത് ടെൻഷൻ ആകുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ശരീരത്തിൽ ഉണ്ടാകും, ഒരുപാട് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ ഉണ്ടാകും, സ്ട്രെസ് ഹോർമോൺസിന്റെ. ഇതൊക്കെ പല റീപ്രൊഡക്റ്റീവ് അവയവങ്ങളുടെയും പ്രവർത്തനത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ആക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. ടെൻഷൻ ആകുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ടെൻഷൻ എന്ത് ആലോചിച്ചാണെങ്കിലും എനിക്ക് ലക്ഷണങ്ങളൊന്നും വന്നില്ലല്ലോ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസം ആയില്ലേ എന്ന് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുത്തിട്ട് വേറെ എന്തെങ്കിലും വീഡിയോസ് കാണുക. ഹെൽത്തി ആയിട്ടുള്ള നല്ല നമ്മൾ പ്ലസന്റ് ആക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക. ഒരുപാട് ടെൻഷൻ ആകുന്ന തരത്തിലുള്ള റിപ്പോർട്ട്സ് ന്യൂസും ഒക്കെ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ കേൾക്കാതിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു 21 ഡേയ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഒരു മാസം ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തളരാതിരിക്കുക. 2-3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. എന്നാൽ യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും പറയത്തൊക്കെ ഇല്ല എങ്കിൽ ഈ ഒരു ടിപ്പ് ഒരു 21 ദിവസമൊക്കെ ഫോളോ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനുശേഷം ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.